പഴമയുടെ പായസ രുചി വൈവിധ്യങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി അമൃത ടിവിയുടെ കുക്കറി റിയാലിറ്റി ഷോ കോട്ടയത്ത് നടന്നു. അമൃത ടിവിയുടെ 20ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി അമൃത ആഘോഷം എന്ന പേരിൽ ഏറ്റുമാനൂർ ഗ്രാൻഡ് അരീന കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടന്നത്. വൻ താരനിര പങ്കെടുത്ത കലാവിരുന്നും അമൃത ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കേരളത്തിന്റെ തനത് പായസം രുചികളെ പുനരവതരിപ്പിച്ച് 10 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ചേരുവകളിലെ വൈവിധ്യം രുചികളിൽ പ്രതിഫലിച്ചു. ചക്കയും കദളിപ്പഴവും പോലുള്ള പരമ്പരാഗത ചേരുവകൾക്ക് പുറമെ ശംഖുപുഷ്പവും മില്ലറ്റ്സും പോലുള്ള വ്യത്യസ്ത ചേരുവകൾ കൊണ്ടുള്ള വേറിട്ട രുചികളും അവതരിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ ശംഖുപുഷ്പം ഇപ്പം നല്ല ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. ശംഖുപുഷ്പമൊക്കെ പാല് കാച്ചിയെടുത്ത് പിന്നെ ക്യാരറ്റ്, വെർമിസെല്ലി എല്ലാം കൂടി ചേർത്ത് വെച്ചൊരു അടുപ്രഥമനാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത്. അമ്മയും കുട്ടികളുമായുള്ള ഊഷ്മള ബന്ധത്തെ പരിപോഷിപ്പിക്കാനും കൂടി ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. ഓരോ ടീമിലും അമ്മയ്ക്കൊപ്പം മക്കളും പങ്കാളികളായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. അതെനിക്ക് അമൃതയിലൂടെ സാധിച്ചു. സുഹൃതം കാറ്ററിംഗ് എന്ന ബ്രാൻഡിലൂടെ കേരളീയ രുചിഭേദങ്ങളുടെ പ്രചാരകനായ SK സുബ്രഹ്മണ്യൻ, അമൃത ടിവിയുടെ ജനപ്രിയ പരിപാടിയായ ആനീസ് കിച്ചണിന്റെ അവതാരകയും സിനിമ ടെലിവിഷൻ താരവുമായ ആനി എന്നിവർ വിധികർത്താക്കളായി. മിൽമ, ഡെവൺ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് അമൃതയുടെ ഈ പ്രോഗ്രാം ചെയ്യുന്നതിൽ ഡെവണിന് വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്തരം പരിപാടികൾ ഒന്ന് നമ്മൾ പലതരത്തിലുള്ള ആർട്ടിസ്റ്റുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പുതിയ തലമുറയ്ക്കുള്ള ഒരുപാട് പ്രോഡക്ട്സാണ് ഇവിടുന്ന് അങ്ങോട്ട് ഡെവൺ ഫുഡ്സിൽ വരുന്നത്. കാരണം ഈ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് എന്ന് പറഞ്ഞ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. ആർക്കും സമയം എല്ലാവർക്കും ഒരു പരിധി കഴിയുമ്പം ബുദ്ധിമുട്ടായി വരികയാണ്. നടി ശ്വേതാ മേനോൻ, സംഗീത സംവിധായകൻ ശരത് തുടങ്ങിയവരും അമൃത ടിവിയിലെ വിവിധ ജനപ്രിയ പ്രോഗ്രാമുകളിലെ താരങ്ങളും ഉൾപ്പെടെ വൻ താരനിര അണിനിരന്ന കലാവിരുന്നും അരങ്ങേറി. അമൃതാഘോഷം ദൃശ്യവിരുന്ന ഓണനാളുകളിൽ അമൃത ടിവി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അമൃത ന്യൂസ്, കോട്ടയം.